ഹൈ ഓൾ, ഇത് പ്രോട്ടോക്കോളിൽ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സ്ക്രീൻ റെക്കോർഡാണ്. ഇത് വാസ് ഓപ്പൺ ചെയ്യുന്നു. വാസ് ഓപ്പൺ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ വരുന്ന 3 ലൈൻസിൽ അവിടെ തൊട്ട് താഴെ രണ്ടാമത്തെ ഓപ്ഷൻ സബ്സ്ക്രിപ്ഷൻ ടച്ച് ചെയ്യുന്നു. അതിൽ ബിറ്റ്കോയിൻ കോഡ്, ലിക്വിഡ് പേ, ടേക്ക് ക്യാപിറ്റൽ 3.0, ഡോഡോ, PY എന്ന് കാണാം. അവിടെ പ്രോട്ടോക്കോളിൽ അതിൽ ടച്ച് ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എനിക്കിവിടെ കാണാൻ കഴിയില്ല. അത് പർച്ചേസ് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇതിനകത്ത് $100 സബ്സ്ക്രിപ്ഷൻ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ലൈസൻസ് 500 എന്ന് കാണിക്കുന്നത്. ഓൾറെഡി പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ, ഒന്നാമത്തെ ലൈസൻസ് 1 എന്ന് പറയുന്നത് $100 ആയിരിക്കും. അത് ബൈ കൊടുക്കുക. ഇപ്പോൾ ഇതാണെങ്കിൽ ബൈ കൊടുക്കുന്നു. ഇവിടെ തൊട്ടടുത്ത പേജിൽ സെഫി ഇൻകം വാലറ്റും സെഫി വാലറ്റ് ഹോൾഡിങ്സും കാണാം. അപ്പോൾ രണ്ടാമത്തെ ടച്ച് ചെയ്യുക. രണ്ടാമത്തെ അത് ടച്ച് ചെയ്യുക. ട്രാൻസാക്ഷൻ പാസ്വേഡും കൊടുക്കുക. OTP വരും. OTP കൺഫേം ചെയ്യുക. OTP കൺഫേം ചെയ്യുന്നതോടുകൂടി അത് താഴെ എൻ്റെ ഏറ്റവും തൊട്ട് താഴെ ലൈസൻസ് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ടാവും. അവിടെ ഞാനത് ഓൾറെഡി യൂസ് ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ കൂപ്പൺ കോഡ് ഇവിടെ കാണാൻ പറ്റാത്തത്. ഫ്രീ ട്രേഡിംഗ് പാസ് ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഏറ്റവും താഴെ ഇവിടെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ കൂപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കും. ഈ സബ്സ്ക്രിപ്ഷൻ ഹിസ്റ്ററിയിൽ അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോട്ടോക്കോൾ ഈൽഡ് ഓപ്പൺ ചെയ്യുക. പ്രോട്ടോക്കോൾ ഈൽഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ ഫസ്റ്റ് ടൈമാണ് ചെയ്തെങ്കിൽ സൈനപ്പ് കൊടുക്കുക. അവിടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ഒരു OTP വരും ഇമെയിലിൽ അത് എൻ്റർ ചെയ്യുന്നതോടുകൂടി നമുക്കിതിനകത്ത് ലോഗിൻ ആവുന്നതായിരിക്കും. ലോഗിൻ ആയതിനു ശേഷം ഇതുപോലത്തെ ഒരു ഹോം പേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൻ്റെ ഏറ്റവും മുകളിൽ പാസ് KYC എന്ന് കാണിക്കാം. KYC കൊടുക്കുക. KYC സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ 1 പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്പർ 1 അതാണ് വേണ്ടത്. നമ്പർ 2 ഡ്രൈവിംഗ് ലൈസൻസ്, തേർഡ് 1 ആധാർ കാർഡ്. എല്ലാം വാലിഡിറ്റി ഉണ്ടാവണം. എക്സ്പയർഡ് ആയതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ഫോട്ടോ ആണ് എടുക്കേണ്ടത്. ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഗാലറിയിലുള്ള ഫോട്ടോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ, ഫിസിക്കൽ കാർഡ് മുമ്പിൽ വെച്ചിട്ട് അതുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഒരു ലൈവ് സെൽഫിയും വേണം. ആ സെൽഫി അതോട് കഴിയുന്നതോടുകൂടി അത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യുന്നതോടുകൂടി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ വെരിഫൈഡ് എന്ന് കാണിക്കുക. നമ്മൾ സെറ്റിങ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ KYCയുടെ അടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഈ ആധാർ കാർഡ് കൊടുക്കുന്ന ആയാലും പാസ്പോർട്ട് ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും 3 കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കൊടുക്കേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അത് കൊടുക്കുന്നതോടുകൂടി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴ്വശത്ത് ഇപ്പോൾ ഇത് എനിക്കിതിവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഞാനത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തു. കൂപ്പൺ വെരിഫൈ യുവർ കൂപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരു പേജിൽ ഏറ്റവും താഴെ സൈഡിൽ നമ്മൾ വാസിൽ നിന്ന് നമ്മൾ എടുത്തല്ലോ. വാസിൽ നിന്ന് തൊട്ട് മുമ്പേ നമ്മളൊരു കൂപ്പൺ കോപ്പി ചെയ്തിരുന്നു. ആ കൂപ്പൺ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് വാസും പ്രോട്ടോക്കോൾ ഇല്ലും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ആ കൂപ്പണോട് കണക്ട് ചെയ്യുന്നതോടുകൂടി ഇത് രണ്ടും ലിങ്ക് ആവുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഡിപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കാം. BP20 ഡിപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നു. ഡിപ്പോസിറ്റ് BP20 മിനിമം എത്രയാണെന്ന് ചെയ്യാം. $50 മുതൽ $100 വരെ ഉണ്ട്. എത്ര വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം പർച്ചേസ് ചെയ്യാം. ഹൈ ഓൾ, ഇത് പ്രോട്ടോക്കോളിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സ്ക്രീൻ റെക്കോർഡാണ്. ഇതിനകത്ത് ഞാൻ $100 ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അവൈലബിൾ ബാലൻസ് $100. ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് പ്ലേസ് കാണാം. ഫസ്റ്റ് ഓപ്ഷൻ അതിൽ ഞാനിപ്പോൾ ഇത് 2 HFTസിലായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഏത് HFTs ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കുക നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം പർപ്പിൾ സ്വാൻ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പർപ്പിൾ സ്വാനാണ്. 29.99% കഴിഞ്ഞ മാസം അത് റിട്ടേൺസ് കൊടുത്തത്. ഞാനിത് സെലക്ട് ചെയ്തു. കഴിഞ്ഞ 3 മാസത്തേക്കുള്ള 1 വർഷത്തിൽ 261% കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു. ഇവിടെ ഏറ്റവും താഴെ അലോക്കേറ്റ് 50% സക്സസ് ഫീസ് എന്ന് കാണാം. നമുക്ക് പ്രോഫിറ്റ് ഷെയറിങ് 50% വെച്ചിട്ടാണ് അതാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു.
അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് 100 USDT ആണ് ഉള്ളെങ്കിൽ ഞാൻ 50 ഇപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത്. 50 കൊടുത്തു. അതിനുശേഷം വാട്ട് ടു ഡു വിത്ത് പ്രോഫിറ്റ്സ് ഞാൻ 100% ഇത് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ട്, ഡെയിലി നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഡെയിലി ആയാലും 1-2 ദിവസങ്ങളിലായാലും അല്ലെങ്കിൽ മാസത്തിൽ എന്തായാലും 10 ദിവസം കൂടുമ്പോൾ 5-6 ദിവസങ്ങളിലെങ്കിലും പ്രോഫിറ്റ് വരും. ഇടയ്ക്ക് ദിവസങ്ങളിൽ ലോസ് ആണെങ്കിലും കൂടുതൽ ദിവസങ്ങളിൽ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. അത് ഞാൻ 100%ഉം ആഡ് ചെയ്യാണ്, കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ നൗ തൊട്ട് താഴെ ട്രാൻസ്ഫർ നൗ കൊടുത്തിട്ടുണ്ട്. അത് ടച്ച് ചെയ്യുന്നു. കംപ്ലീറ്റ് ആയി. യു ഇൻവെസ്റ്റഡ് 50 USDT സക്സസ്ഫുള്ളി ഇൻ സർവീസ് പർപ്പിൾ സ്വാൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണിത് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഞാൻ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പർപ്പിൾ സ്വാൻ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്ന അൽഗോ റൈഡറാണ്. അൽഗോ റൈഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ $50 ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് 100% കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യുന്നു. രണ്ടിലും 2 HFTസിലും $50 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫറിനോ ക്ലോസ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണിത്. നാളെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും IST ഇന്ത്യൻ ടൈം 3:30 ക്ലോസിങ് ടൈം. ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. നാളെ ഉച്ച കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.